ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രോണാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രോൺ ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി ഡ്രോണാണ്. അവൻ്റെ പേരാണ് മിനി 4K. അതായത് നല്ല ഹൈ ക്വാളിറ്റി 4K വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിനി ഡ്രോണാണിത്. സോ ഞാൻ ഈ ഒരു ഡ്രോൺ വെച്ചിട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസാണ് കിട്ടുന്നത്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് 249 grams ആണ്. അൾട്രാ ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഈ ഒരു ഡ്രോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സ്പെഷ്യൽ ലൈസൻസ് ഒന്നും എടുക്കേണ്ട. ലൈസൻസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. സോ ഈ ഒരു ഡ്രോൺ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ലൈസൻസ് ഒന്നും എടുക്കേണ്ട. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ഞാനൊരു ഫ്ലൈ മോർ കോംബോയാണ് മേടിച്ചത്. സോ എനിക്കിതാ ഈ ഒരു എക്സ്ട്രാ ബാറ്ററി പാക്ക് കിട്ടും. അതായത് 3 ബാറ്ററിയും നമുക്കത് ഒരുമിച്ച് ചാർജ് ചെയ്യാൻ പറ്റണ ഈ ഒരു കേസും കിട്ടും. അതും കൂടാതെ ഈ ഒരു റിമോട്ട് കൺട്രോളും കിട്ടും. ഇതിൽ ഇൻബിൽറ്റ് ഡിസ്പ്ലേ ഇല്ലാത്തൊരു റിമോട്ട് കൺട്രോളാണ്. ബട്ട് നമുക്ക് നമ്മുടെ മൊബൈല് ഡയറക്റ്റ്ലി ഇതിൽ വെച്ചിട്ട് കണക്ട് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന റിമോട്ട് കൺട്രോളാണ്. സോ ഇത് കുറച്ചുകൂടെ ഈസിയാണ്. നമുക്ക് ക്യാരി ചെയ്യാനാണെങ്കിൽ പോലും നമുക്ക് പിടിക്കാനാണെങ്കിൽ പോലും കുറച്ചുകൂടെ കംഫർട്ടബിളാണ്. ഇതിൽ നമുക്ക് സെൻറ്ററിൽ 3 സ്വിച്ച് വേണം. സിനിമ മോഡ്, നോർമൽ, സ്പോർട്സ് മോഡ്, പിന്നെ ഇത് ഓട്ടോ ലാൻഡിങ്ങിനുള്ള സ്വിച്ച്. ഇതാണ് പവർ ഓൺ സ്വിച്ച്. സോ പിന്നെ നമുക്കിതാ ഈ ഒരു ജോയ് സ്റ്റിക്കിൻ്റെ ഏരിയ നമുക്കിതാ ഈ ഒരു ജോയ് സ്റ്റിക്ക് നമുക്ക് ഇവിടെ സേഫ് ആയിട്ട് വെക്കാനുള്ള ഇതുണ്ട്. ഇതൊരു ഫ്ലൈ മോർ കോംബോ ആയതുകൊണ്ട് തന്നെ ഇതിൽ എക്സ്ട്രാ നമുക്ക് ഈ ഒരു ഡ്രോണിൻ്റെ പ്രൊപ്പല്ലേഴ്സ് നമുക്ക് കിട്ടും. എക്സ്ട്രാ ഒരു 8 പ്രൊപ്പല്ലേഴ്സ് അടുപ്പിച്ച് കിട്ടും. പിന്നെ ഇത് നമുക്ക് കൊണ്ടു നടക്കാനുള്ള ക്യാരിങ് കേസ് കിട്ടും. വളരെ ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. കാരണം ഒട്ടും വെയിറ്റില്ല, ലൈറ്റ് വെയിറ്റ് ഡ്രോണാണ്. അത്യാവശ്യം നല്ല വിൻഡൊക്കെ പിടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അത്ര നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ല ഈ ഒരു ഡ്രോൺ യൂസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളിപ്പോൾ ഒരു ഡ്രോൺ മേടിക്കുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്ന ഈ ഒരു ഡ്രോൺ ആയിരിക്കും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ മാനുവൽ കൺട്രോളാണ്. ഇതിൽ സെൻസേഴ്സ് വളരെ കുറവായിട്ട് ഈ 2 സെൻസേഴ്സേ ഉള്ളൂ. ബാക്കി നമ്മൾ ഫുൾ മാനുവലി കൺട്രോൾ ചെയ്യണം. ഇതാണ് ഇതിൻ്റെ ആ ഒരു പവർ ബട്ടൺ വരുന്നത്. സോ ഞാൻ ബാറ്ററി ഇട്ടിട്ടില്ല. ബാറ്ററി ഇടേണ്ട ഏരിയ ഇവിടെയാണ് ഗൈസ്. ഇതിൽ ഞാൻ ഇട്ടിരിക്കുന്ന SD കാർഡ് സാൻഡിസ്ക് എക്സ്ട്രീം പ്രോ എന്ന് പറയുന്ന ഒരു SD കാർഡ്. അതായത് ഹൈ സ്പീഡാണ്. നമുക്ക് ഡ്രോണിലൊക്കെ ഹൈ സ്പീഡ് SD കാർഡ് തന്നെ ഇടണം. സോ ഇതാണ് നമ്മുടെ ചാനലിലെ കിഡിലം ഡ്രോൺ വീഡിയോസ് എടുക്കുന്ന ആൾ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും.